إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وأن المساجد لله فلا تدعوا مع الله أحدا. أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഭവനങ്ങൾ, മസാജിദുകൾ, ആ മസാജിദുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യരുത്. അല്ലാഹുവിനോടൊപ്പം മറ്റൊരാളുടെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത് കാണാം. അല്ലാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാണ് പള്ളികളെന്ന് പറയുന്നത്. ആ പള്ളികളെ ആദരിക്കുക എന്ന് പറയുന്നത് മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞതുപോലെ വമൻ യുഅദ്ദിം ശആഇറല്ലാഹ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചിഹ്നങ്ങളെ ആദരിക്കുകയാണ് എങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന തഖ്വയിൽ നിന്നുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാത്രമല്ല, പള്ളികളുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന് ആരാധനകൾ എടുക്കുന്നതായ, അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഭവനങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവ്വി വൽ ആസാലി റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫദ്ലിഹി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഫീ ബുയൂത്തിൻ, ചില ഭവനങ്ങളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകൾ എടുക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഭവനങ്ങൾ.
അതാണ് മസാജിദുകൾ എന്ന് പറയുന്നത്. അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, അല്ലാഹുവിൻ്റെ നാമങ്ങൾ സ്മരിക്കപ്പെടാനും അത് പ്രകീർത്തിക്കപ്പെടാനും വേണ്ടിയൊക്കെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളതായ ഭവനങ്ങളത്രേ അത്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാലി റിജാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലയെ പരിശുദ്ധപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ ചില ആളുകൾ ആ ഭവനങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ആ ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാ. അതെ, ഒരു കച്ചവടവും ഒരു ബിസിനസ്സും അവരെ അശ്രദ്ധരാക്കി കളയുകയില്ല. അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും, വ ഇഖാമിസ് സ്വലാഹ്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ നിന്നും, വ ഈതാഇസ് സക്കാ, സകാത്ത് കൃത്യമായി അനുഷ്ഠിക്കുന്നതിൽ നിന്നും ഭൗതികപരമായ കാര്യങ്ങൾ അവരെ അശ്രദ്ധരാക്കി കളയുകയില്ല എന്നുള്ളതാണ്. ആ പള്ളികളിലുള്ള ആളുകളുടെ പ്രത്യേകതയായിക്കൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള കാരണം എന്തെന്നറിയുമോ? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങൾ കിടിലം കൊള്ളുന്നതായ, ഭയപ്പെടുന്നതായ, കണ്ണുകൾ തുറച്ചു നോക്കുന്നതായ ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ അവർ ഹൃദയത്തിലേറ്റുകയും ആ ഭവനങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു, അല്ലാഹു സുബ്ഹാനഹു വതആല അവർ പ്രവർത്തിച്ചതിൻ്റെ ആ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വയസീദഹും മിൻ ഫദ്ലി, അല്ലാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവനുദ്ദേശിക്കുന്നവർക്ക് അളവില്ലാതെ നൽകുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. ഇവിടെയാണ് ഓരോ മുസ്ലിമത്തും പള്ളികളുമായി ബന്ധപ്പെട്ടുള്ള മസ്ജിദുകളുമായുള്ള തൻ്റെ ബന്ധം എത്രത്തോളമാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അത് റമദാനിലാകട്ടെ ആ റമദാനിന് ശേഷമാകട്ടെ അവർ പുനർപരിശോധിക്കേണ്ടതുണ്ട്. പള്ളികളിൽ ജമാഅത്തിന് വേണ്ടി എത്രത്തോളം ഞാൻ എത്തിപ്പെടുന്നുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിലെ ഓരോ ജമാഅത്തുകൾക്കും നമ്മൾ കൽപ്പിച്ചതുപോലെയുള്ള പ്രാധാന്യം ആ റമദാനിന് ശേഷവും നമുക്ക് കൽപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ജമാഅത്തുകൾക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിരിൽ മശ്ശാഈന ഫിദ്ദുലമി ഇലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമഹ്, ഇരുളിൻ്റെ മറവിൽ ഭയപ്പെടാതെ അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക് നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് വെളിച്ചമില്ലാഞ്ഞിട്ടും വെട്ടമില്ലാഞ്ഞിട്ടും എഴുന്നേറ്റ് പോകുന്ന ചില ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യദിനത്തിൽ പരിപൂർണമായ വെളിച്ചം നൽകുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ് അഅദ്ദല്ലാഹു ലഹു നുസുലൻ മിനൽ ജന്നഹ് കുല്ലമാ ഗദാ ഔ റാഹ്. ഒരു മനുഷ്യൻ അയാൾ പള്ളികളിലേക്ക് പോകുകയാണ് എങ്കിൽ അവൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വിരുന്നൊരുക്കും എന്നുള്ളതാണ്. ആ വിരുന്ന് അന്ത്യദിനത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന വേളയിൽ അവന് ലഭിക്കുന്നതാണ്. കുല്ലമാ ഗദാ ഔ റാഹ്, ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ആ വിരുന്ന് അവന് ഒരുക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പള്ളികളിലേക്ക് ഒരു മനുഷ്യൻ വെക്കുന്ന ഓരോ കാൽപാദത്തിനും അവൻ്റെ ഒരു പാപം പൊറുക്കപ്പെടുകയും അവൻ്റെ ഒരു പദവി ഉയർത്തപ്പെടുകയും ചെയ്യുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് പള്ളികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുകയും അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് പോകുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പള്ളികൾക്ക് അവൻ്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനമുണ്ടാകേണ്ടതുണ്ട്. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ പള്ളിയിൽ വന്നപ്പോൾ ആ പള്ളിയിലാകെ ഇരുട്ടായിരുന്നു, വെളിച്ചമുണ്ടായിരുന്നില്ല. അങ്ങനെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷാമിലേക്ക് തൻ്റെ കച്ചവടത്തിന് വേണ്ടി പോയ സന്ദർഭത്തിൽ തിരികെ വരുന്ന വേളയിൽ
അദ്ദേഹം വഴിയരികിൽ വെച്ച് റാന്തൽ വിളക്കുകൾ കാണുകയാണ്. അദ്ദേഹം അതിൽ നിന്ന് ഏതാനും കുറച്ച് റാന്തൽ വിളക്കുകൾ, കനാദീലുകൾ വാങ്ങുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ കൊണ്ടുവന്ന് തിരിയിട്ട് ആ വിളക്കുകൾ കൊളുത്തുകയും അങ്ങനെ ആ പള്ളി പ്രകാശിതമാക്കുകയും ചെയ്തപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, നവ്വർതൽ ഇസ്ലാം നവ്വറല്ലാഹു അലൈക്, നീ ഇസ്ലാമിനെ പ്രകാശിതമാക്കിയിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് പ്രകാശം നൽകട്ടെ. ലൗ അന്നലി ഇബ്നതുൻ ലഅൻകഹ്തുകഹ, എനിക്കൊരു മകളുണ്ടായിരുന്നുവെങ്കിൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളെല്ലാം വിവാഹിതരായിരുന്നു, എനിക്ക് ഇനിയും ഒരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തോട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാനില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ തണൽ ലഭിക്കുന്ന ചില വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തിയെടുത്ത് അവിടുന്ന് പറഞ്ഞു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അള്ളാഹുവിൻ്റെ പള്ളിയുമായി കൊണ്ട് ആത്മബന്ധമുള്ള ആളുകൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അർശിൻ്റെ തണൽ ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളികളുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില മര്യാദകളുണ്ട്, ചില പള്ളികളുമായി ബന്ധപ്പെട്ട ചില ശ്രേഷ്ഠതകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതായിക്കൊണ്ട് പള്ളികളിലേക്ക് വരുമ്പോൾ വൃത്തിയോടുകൂടി ശുചിത്വം പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പോകേണ്ടത്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, പള്ളികളിലേക്ക് നിങ്ങൾ പോകുന്ന ഓരോ സന്ദർഭത്തിലും നിങ്ങളുടെ അടുക്കലുള്ള ഏറ്റവും നല്ല വസ്ത്രം അണിഞ്ഞുകൊണ്ട്, സുഗന്ധം പൂശാൻ സാധിക്കുമെങ്കിൽ സുഗന്ധം പൂശിക്കൊണ്ടാണ്, അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ വൃത്തിയായിക്കൊണ്ടാണ് ഒരു മുസ്ലിമത്ത് പള്ളികളിലേക്ക് പോകേണ്ടത് എന്ന് കൃത്യമായി നമ്മളെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല്ല് തേച്ചതിന് ശേഷമാണ് പള്ളിയിലേക്ക് പോവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൗല അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി സ്വലാത്തിൻ, എൻ്റെ സമൂഹത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ എല്ലാ നമസ്കാരത്തിൻ്റെ വേളകളിലും, നിർബന്ധ നമസ്കാരത്തിൻ്റെ വേളകളിലും അവരോട് പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ദുർഗന്ധമായിക്കൊണ്ട് പള്ളികളിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അകലൽ ബസല വസ്സൂമ വൽ ഖുറാഫ് ഫലാ യഖറബന്ന മസ്ജിദന, ആരെങ്കിലും ഉള്ളിയും അതുപോലുള്ള വെല്ലുള്ളി അങ്ങനത്തെ വസ്തുക്കൾ കഴിച്ചുകൊണ്ട്, ദുർഗന്ധം വമിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചുകൊണ്ടാണ് ഒരാൾ പള്ളികളിലേക്ക് പോകുന്നത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫലാ യഖറബന്ന മസ്ജിദന, നമ്മുടെ പള്ളികളിലേക്ക് അവർ അടുക്കരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം ഫഇന്നൽ മലായികത തതഅദ്ദ മിമ്മാ യതഅദ്ദ മിൻഹു ബനു ആദം സന്തതികൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവോ അതുപോലെ തന്നെ മലക്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ പള്ളികളിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്, നമ്മുടെ സഫുകളിൽ അവരുടെ സാന്നിധ്യമുണ്ട്. ഇന്ന് ജുമാക്ക് വേണ്ടി നമ്മുടെ ഖുത്ബ ശ്രവിച്ചുകൊണ്ട് ഈ പള്ളികളിൽ മലക്കുകൾ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ദുർഗന്ധം വമിക്കുന്ന, അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളും അങ്ങനെ ദുർഗന്ധം ആയിക്കൊണ്ട് പള്ളികളിൽ കടക്കരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളികളിലേക്ക് വരാൻ ആഹ്വാനം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വന്നിട്ടില്ല എങ്കിൽ, ജമാഅത്ത് നമസ്കാരം സുബഹയ്ക്ക് പള്ളിയിലെത്തിയിട്ടില്ല എങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോയി വിറകുകൾ കൊണ്ട് ആ വീടും അവനെയും കത്തിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവിടെ വളരെ ഗൗരവത്തിൽ ഈ ദുർഗന്ധത്തോടു കൂടി പള്ളിയിൽ അടുക്കരുത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പള്ളികളിലേക്ക് പോകുമ്പോൾ ദുർഗന്ധമില്ലാതെ, അതുപോലെ തന്നെ ശുദ്ധിയായിക്കൊണ്ട് പല്ല് തേച്ചുകൊണ്ടാണ് പോകേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് ഉളു എടുത്തുകൊണ്ട് പള്ളികളിലേക്ക് പോകലാണ് ഏറ്റവും ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി മുതഹിറൻ ഇലാ സ്വലാത്തി മക്തൂബ, ആരെങ്കിലും ഫർദ് നമസ്കാരത്തിന് വേണ്ടി അവൻ്റെ വീട്ടിൽ നിന്ന് വുളു എടുത്ത്
ശുദ്ധിയായിക്കൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുകയാണ് എങ്കിൽ കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഒരു ഹജ്ജ് ചെയ്തവൻ്റെ കൂലിയാണ് അവന് ലഭിക്കുക. മാത്രമല്ല വാഹനം ഒഴിവാക്കി നടന്നുകൊണ്ട് വരലാണ് കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്. ജുമാക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നിടത്ത് അവിടുന്ന് പറയാണ്, മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസല, ആരെങ്കിലും ജുമാ ദിവസത്തിന് ജുമാക്ക് വേണ്ടി കുളിക്കുകയും ശുദ്ധിയാവുകയും ചെയ്തു, വബക്കറ വബ്തകറ, അങ്ങനെ ജുമാക്ക് വേണ്ടി നേരത്തെ പുറപ്പെടുകയും ചെയ്തു, അങ്ങനെ വമശ വലം യർകബ്, അവന് വാഹനത്തിൽ പ്രവേശിക്കാതെ നടന്നുകൊണ്ടാണ് വരുന്നത്, വദന മിനൽ ഇമാമി വസ്തമഅ, അവൻ ഇമാമിൻ്റെ അടുത്ത് നിന്ന് ഖുതുബ ശ്രവിച്ച് കേൾക്കുകയും ചെയ്താൽ, വലം യൽഗു, അവൻ ഖുതുബ മുറിഞ്ഞു പോകുന്ന ബാത്തിലാകുന്ന അനാവശ്യ സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ അവൻ ചെയ്തിട്ടില്ല എങ്കിൽ പ്രവാചകൻ പറയുകയാണ്, കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അമലു സന, അവൻ്റെ ഓരോ കാൽപാദത്തിനും, പള്ളിയിലേക്ക് വരുന്ന അവൻ്റെ ഓരോ കാലടിക്കും ഒരു വർഷം അമല് ചെയ്തതിൻ്റെ പ്രതിഫലമാണ്. സിയാമുഹ അജ്റു സിയാമിഹ വ ഖിയാമിഹ, ഒരു വർഷം നോമ്പെടുത്തതിൻ്റെയും ഒരു വർഷം നിന്ന് നമസ്കരിച്ചതിൻ്റെയും പ്രതിഫലമാണ് അവന് ലഭിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പള്ളികളിലേക്ക് നേരത്തെ പുറപ്പെടുന്നതിൻ്റെ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുന്നാസ് മാ ഫി നിദാഇ വസ്സഫിൽ അവൽ, ജനങ്ങൾ ഒന്നാമത്തെ സഫിൻ്റെയും അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ, അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, തുമ്മ ലം യജിദു ഇല്ലാ അൻ യസ്തഹിമു അലൈഹി ലസ്തഹമു, ആ ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒന്നാമത്തെ സൊഫ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവിടെ ഒരു നറുക്കിടൽ നടക്കുകയാണ് എങ്കിൽ ആ നറുക്കിട്ടിട്ടെങ്കിലും ആ കൂലി നേടിയെടുക്കാൻ പരിശ്രമിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സമാധാനത്തോടു കൂടി ധൃതിയില്ലാതെ, നമുക്ക് റക്അത്ത് നഷ്ടപ്പെടുമെന്ന് കരുതി ഓടിക്കൊണ്ടല്ല ഓടിച്ചാടിയല്ല പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇദാ സമിഅതുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേൾക്കുകയാണ് എങ്കിൽ ഫംഷു ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരിക. വഅലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ, ശാന്തരായിക്കൊണ്ട് അച്ചടക്കത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് വരേണ്ടത്. വലാ തുസ്രിഉ, നിങ്ങൾ വേഗത്തിലാക്കരുത്. ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമു, ഇമാമിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്ര റക്അത്താണോ ലഭിച്ചിട്ടുള്ളത് അത് നമസ്കരിക്കുകയും നഷ്ടപ്പെട്ട റക്അത്തുകൾ പൂർത്തിയാക്കുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ സാവകാശം പള്ളിയിലേക്ക് വരികയാണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ പള്ളിയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ടുള്ളൊരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വഫീ ബസരി നൂറ വഫീ സമഇ നൂറ വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ വഅമാമി നൂറ വഖൽഫി നൂറ വമിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ വജഅൽ ലി നൂറ എന്നുള്ളൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, പള്ളിയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പള്ളിയിൽ വിൽക്കുകയോ വാങ്ങുകയോ അതുപോലെ തന്നെ നഷ്ടപ്പെട്ട സാധനങ്ങൾ ഉറക്കെ വിളിച്ച് ചോദിക്കുകയും പള്ളിയിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത്രയും അച്ചടക്കം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ റജുലൻ യൻശുദു ളാലതൻ ഫിൽ മസ്ജിദ്, ആരെങ്കിലും അവൻ്റെ നഷ്ടപ്പെട്ട വസ്തുക്കളെക്കുറിച്ച് ഒരാൾ ഉറക്കനെ പള്ളിയിൽ വിളിച്ച് പറയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവരോട് എന്താ പറയേണ്ടത്? ഫല്യഖുൽ ലാ റദ്ദഹല്ലാഹു ഇലൈക്, നിങ്ങൾ അവരോട് ആ സാധനം വിളിച്ച് പറയപ്പെടുന്ന സാധനം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കട്ടെ എന്ന് അവരോട് പറയുകയാണ് ചെയ്യേണ്ടത്. കാരണം ഫഇന്നൽ മസാജിദ ലം തുബന ലിഹാദ, പള്ളികൾ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം പള്ളികളിൽ കച്ചവടം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇദാ റഅയ്തും മൻ യബീഉ ഔ യബ്തഉ ഫിൽ മസ്ജിദ്, ആരെങ്കിലും കച്ചവടമോ അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളോ പള്ളിയിൽ വെച്ച് നടക്കുന്നതായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫഖൂലു, നിങ്ങൾ അവരോട് പറയണം, ലാ അർബഹ അല്ലാഹു തിജാറതക, നിങ്ങൾ ഈ കച്ചവടത്തിന് അള്ളാഹു ലാഭം നൽകാതിരിക്കട്ടെ എന്ന് അവരോട് പറയുകയാണ് വേണ്ടത്. അപ്പോൾ പള്ളികൾ ഇബാദത്തുകൾ എടുക്കുന്നവർക്ക് അതുപോലെ തന്നെ വിശിഷ്യ നമസ്കരിക്കുന്നവർക്ക് പ്രയാസമാകുന്ന രൂപത്തിൽ, അവരുടെ നമസ്കാരത്തെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉള്ള ഒരു സംസാരവും പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ പോലും നമസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലക്ക് ഉറക്കെ പാരായണം ചെയ്യാൻ പാടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പള്ളികളുമായി ബന്ധപ്പെട്ട ഈ ആദാബുകൾ നമ്മൾ പാലിച്ചുകൊണ്ട്
പള്ളികളെ ഇബാദത്തുകൾ കൊണ്ട് പ്രകാശിതമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أوصيكم ثانيا بتقوى الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അവിടുത്തെ പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. അതോടൊപ്പം ഒരു നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുക്കപ്പെട്ടത് അവിടുത്തെ അങ്ങാടികളാണ്. തൗഹീദിൻ്റെ പ്രഭവ കേന്ദ്രവും ഈമാനിൻ്റെ ഉരുക്കുകോട്ടയുമാണ് നമ്മുടെ പള്ളികൾ, മസാജിദുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ പള്ളി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അതിനെ പരിപാലിക്കുകയും അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ മഹത്തരമായ കാര്യമാണ്, നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ ബനാ ലില്ലാഹി മസ്ജിദ. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയാണ് എങ്കിൽ വലൗ കമഫ്ഹസി ഖതാത്തിൻ, ഒരു കുരുവിക്കൂടിൻ്റെ അത്രയെങ്കിലും ഒരാൾ അതിനുവേണ്ടി സ്ഥലം നൽകുകയോ സമ്പത്ത് നൽകുകയോ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു പറയാണ്, ബനല്ലാഹു ലഹു ബൈതൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കും എന്നുള്ളതാണ്. ദുനിയാവിൽ നമുക്ക് സ്വന്തമായി ഒരു വീട് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്. നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ വലിയൊരു ശതമാനം സമ്പത്തും നമ്മുടെ വീടുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചിലവഴിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട്, പള്ളി ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹു നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് നമുക്ക് ഒരു വീട് നിർമ്മിച്ച് നൽകുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഖബറിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയതാണ് പള്ളി നിർമ്മിക്കുക എന്നുള്ളൊരു ആ ഒരു പ്രവർത്തനം. എത്ര കാലം ആ പള്ളി നിലനിൽക്കുന്നുണ്ടോ, ആരൊക്കെ അതിൽ നമസ്കരിക്കുന്നുണ്ടോ, ഇബാദത്തുകൾ എടുക്കുന്നുണ്ടോ, അതിൻ്റെയൊക്കെ പ്രതിഫലം മുറിയാതെ നമ്മുടെ ഖബറിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്യുക, പള്ളി നിർമ്മിക്കാൻ വേണ്ടി സംഭാവന ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പള്ളികളെ, അള്ളാഹുവിൻ്റെ പള്ളികളെ ആദരിക്കാനും അതിൻ്റെ ഹക്കുകൾ നിർവഹിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.